തിരുവെഴുത്തുകളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. ഈ കഴിഞ്ഞ ദിവസങ്ങളായി നാം ചിന്തിച്ചു പോരുന്നതായ വിഷയങ്ങൾ അത് സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു ആര് എന്ന് തുടങ്ങി യേശുക്രിസ്തുവും പിതാവും ഒരാൾ തന്നെയോ എന്ന് പരിശോധിച്ച് ഒരാൾ തന്നെ അല്ല എന്ന് തിരുവെഴുത്തുകൾ ആധാരമാക്കി നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ധാരാളം വചനങ്ങളിലൂടെ അക്കാര്യത്തിൽ നമുക്ക് ഉറപ്പ് വന്നിട്ടുണ്ട്. ഇന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് തുടർന്ന് നമ്മൾ പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന വിഷയം സ്വർഗത്തിൽ ദൈവം യേശുക്രിസ്തുവാണോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചിന്തയ്ക്കെടുക്കുന്നത്. യേശുക്രിസ്തുവിനെ കുറിച്ച് യേശുക്രിസ്തു സംസാരിക്കുമ്പോൾ യേശുക്രിസ്തു പറഞ്ഞതായ കാര്യങ്ങളെ അത് യേശുക്രിസ്തു തൻ്റെ മനുഷ്യത്വത്തിൽ പറഞ്ഞതാണ്, താൻ ഭൂമിയിൽ നിൽക്കുമ്പോൾ പറഞ്ഞതാണ് എന്നിത്യാദി പല തരത്തിലുള്ളതായ മുടന്തൻ ന്യായങ്ങൾ ആളുകൾ നമ്മുടെ മുൻപിലേക്ക് വയ്ക്കുന്നത് നാം കണ്ടിട്ടുള്ള ആ കാര്യമാണ്. അങ്ങനെയുള്ളതായ സാഹചര്യങ്ങൾ, അത്തരത്തിലുള്ളതായ പ്രതികരണങ്ങൾ നമ്മുടെ മുൻപിൽ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് സൂക്ഷ്മതയോടെ വീണ്ടും പരിശോധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. അവിടെ അതിൻ്റെ 1 മുതലുള്ളതായ വചനഭാഗങ്ങൾ നാം ശ്രദ്ധയോടെ വീക്ഷിക്കേണ്ടത് വളരെ ആവശ്യമാണ്. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 1 മുതലുള്ളതായ വചനഭാഗങ്ങൾ വളരെ സൂക്ഷ്മതയോടെ പഠിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മൾ വെളിപ്പാട് പുസ്തകം പഠന വിധേയമാക്കുമ്പോൾ അത് അവിടെ നിന്നും ഇവിടെ നിന്നും ചിക്കിച്ചികഞ്ഞെടുത്തിട്ട് കാര്യമില്ല. അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ തന്നെ നമ്മൾ വളരെ സൂക്ഷ്മതയോടെ പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം പ്രാരംഭമായി നമുക്ക് വായിക്കാം. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. ശ്രദ്ധിക്കണം, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ തന്നെ വളരെ കൃത്യതയോടുകൂടി യേശുക്രിസ്തുവിനെയും ദൈവത്തെയും വേറിട്ട് കാണിച്ചുകൊണ്ടാണ് അവിടെ പരാമർശം നടത്തിയിരിക്കുന്നത് എന്ന് മറന്നുപോകണം. അപ്പോൾ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്: യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. ആർക്ക് കൊടുത്തു? യേശുക്രിസ്തുവിന് കൊടുത്തു. വളരെ ശ്രദ്ധിക്കണം, ദൈവം യേശുക്രിസ്തുവിന് കൊടുത്തു. എന്ത് കൊടുത്തു? വെളിപ്പാട്. എന്നിട്ട് തുടർന്ന് എന്ത് ചെയ്തു? യേശുക്രിസ്തു എന്ത് ചെയ്തു? യേശുക്രിസ്തു അത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ച് തന്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. വളരെ കൃത്യമായി തന്നെ അവിടെ യേശുക്രിസ്തുവിന് വെളിപ്പാട് കൊടുത്തവനാണ് ദൈവമെന്നും ദൈവത്തിൽ നിന്നും വെളിപ്പാട് സ്വീകരിച്ചവൻ അല്ലെങ്കിൽ വെളിപ്പാട് ലഭിച്ചവനാണ് യേശുക്രിസ്തു എന്നും വളരെ ക്ലിയറായി തന്നെ അവിടെ പറഞ്ഞിരിക്കുകയാണ്. കൂടുതൽ നമ്മൾ ഇതിനകത്ത്
ബുദ്ധിയും തലയും ഒന്നും പ്രയോഗിച്ചിട്ട് കാര്യമില്ല, വളരെ കൃത്യമാണ്. ദൈവം അത് യേശുക്രിസ്തുവിന് കൊടുത്തു. യേശുക്രിസ്തു അത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ച് യോഹന്നാന് പ്രദർശിപ്പിച്ചു. അപ്പൊ വെളിപ്പാടുമായി യോഹന്നാന്റെ അടുക്കൽ വന്നതാരാണ്? ദൂതനാണ് വന്നത്. യേശുക്രിസ്തു വെളിപ്പാട് കൊടുത്ത് അയച്ച ദൂതനാണ് യോഹന്നാന്റെ അടുക്കൽ വന്നത്. നമ്മൾ ഇത് പരിശോധിക്കുമ്പം പലരും നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്, നിങ്ങൾ കേട്ടിട്ടുള്ളത് ഒന്ന് പുനർചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. അതിന്റെ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 17 വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 17-18 വാക്യങ്ങൾ. ഒരു മിനിറ്റ്, ഇത് എവിടെയാ തുടങ്ങുന്നതെന്നറിയാമോ? 10-ാം വാക്യം മുതലാണ് ഈ സംഭവം തുടങ്ങുന്നത്. വെളിപ്പാട് പുസ്തകം 1-10 മുതലാണ് ഈ സംഭവം തുടങ്ങുന്നത്. അവിടെ പത്മോസിലായിരിക്കുന്ന യോഹന്നാൻ ആത്മവിവശതയിലായി, അല്ലെങ്കിൽ ആത്മാവിന്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലായി. ഈ വിവശത എന്ന് പറയുന്നത് പലരും തെറ്റായി പഠിപ്പിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആത്മവിവശത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് അവശത എന്നുള്ള രീതിയിലാണ് ആൾക്കാർ സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ സ്ലേയിങ് മിനിസ്ട്രി തള്ളിയിടുന്ന പരിപാടി നടത്തുന്ന ആൾക്കാരുണ്ട്. അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഇവര് ആത്മവിവശതയിലായി എന്നൊക്കെ പറയുന്ന ആ പ്രയോഗം, മലയാളത്തിലുള്ള ആ പ്രയോഗം എടുത്ത് പഠിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. ഇവിടെ ഹി വാസ് ഇൻ ദ സ്പിരിറ്റ്. യോഹന്നാൻ ആത്മാവിലായി, ആത്മാവിന്റെ പൂർണ്ണതയിലായി, അല്ലെങ്കിൽ ആത്മാവിന്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലായി എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒന്നും അവിടെയില്ല. ഹി വാസ് ഇൻ ദ സ്പിരിറ്റ്. അതുപോലെ തന്നെ പൗലോസ് പരിശുദ്ധാത്മ പൂർണ്ണനായി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ആത്മാവിന്റെ ആ നിറവിലായി, അല്ലെങ്കിൽ സമ്പൂർണമായി പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലായി എന്ന അർത്ഥം മാത്രമേ ഉള്ളൂ. അപ്പോൾ പത്മോസിലായിരിക്കുന്ന യോഹന്നാൻ ആത്മാവിന്റെ നിയന്ത്രണത്തിലായി. എന്നിട്ട് അവിടെ യോഹന്നാനോട് പറയുന്നത് എന്താണ്? നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി. എന്നിട്ട് അവിടെയുള്ള 7 സഭകളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. എഫെസോസ്, സ്മുർന, പെർഗമോസ്, തിയതൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക എന്നിങ്ങനെ ആ പേരുകൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത് പറഞ്ഞ് മുന്നോട്ട് വരുമ്പോഴാണ് യോഹന്നാനോട് ഈ സംസാരിച്ചത്. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി ഈ പറഞ്ഞ സഭകൾക്ക് അയക്കുക എന്ന് യോഹന്നാനോട് പറഞ്ഞ ശബ്ദം, ആ നാദം എന്ത് എന്ന് കാണുവാൻ വേണ്ടി യോഹന്നാൻ തിരിഞ്ഞു നോക്കുന്നത്. ആ ശബ്ദം കേട്ടിടത്തേക്ക് യോഹന്നാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ യോഹന്നാൻ ഒരുവനെ കാണുകയാണ് ചെയ്യുന്നത്. ഈ കണ്ടത് യേശുക്രിസ്തുവിനെയാണെന്നാണ് ഞാൻ ഇക്കാലം അത്രയും സകലരും പറഞ്ഞ് പഠിപ്പിക്കുന്നത് കേട്ടിട്ടുള്ളത്. ആ പറഞ്ഞ 17-18 വാക്യങ്ങളിൽ കാണുന്നത് യേശുക്രിസ്തുവാണെന്നാണ് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങൾ മുഴുവനും ആൾക്കാർ, ഏത് മനുഷ്യനും അത് യേശുക്രിസ്തുവാണെന്നാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ യോഹന്നാന് യേശുക്രിസ്തുവിനെയാണ് കണ്ടതെന്ന് എവിടെങ്കിലും പറഞ്ഞോ? ഇത് കണ്ട യോഹന്നാൻ ഒരിടത്തും പറഞ്ഞില്ല താൻ കണ്ടത് യേശുക്രിസ്തുവിനെയാണ്. ഇനി മനുഷ്യപുത്രനെ കണ്ടെന്ന് പറഞ്ഞോ? അതുമില്ല. നിങ്ങൾ വളരെ സൂക്ഷ്മതയോടെ ബൈബിൾ പഠിക്കണം. അവിടെ പറഞ്ഞ എന്താണ്? എന്നോട് സംസാരിച്ച നാദം എന്തു എന്ന് കാണാൻ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറുത്ത് പൊൻകച്ച കെട്ടി യവനായി മനുഷ്യപുത്രനോട് സദൃശ്യനായവനെയും കണ്ടു. വൺ ലൈക്ക് സൺ ഓഫ് മാൻ. മനുഷ്യപുത്രനെ പോലെ ഒരുവനെ. അത്രയേ അവിടെ ഉള്ളൂ. അല്ലാതെ യേശുക്രിസ്തുവിനെ കണ്ടെന്ന് യോഹന്നാൻ പറഞ്ഞില്ല. മനുഷ്യപുത്രനോട് സദൃശ്യനായവനെ കണ്ടെന്നാ പറഞ്ഞത്. ഇവൻ മനുഷ്യപുത്രനെ കണ്ടെന്ന് പോലും പറഞ്ഞില്ല എന്നുള്ളതാണ് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം.
അപ്പൊ കണ്ടത് മനുഷ്യപുത്രനോട് സദൃശ്യനായവനെ കണ്ടു. എന്നിട്ട് അവന്റെ തലയും തലമുടി, അതിനെക്കുറിച്ചുള്ള വിശേഷണങ്ങളൊക്കെ അവിടെ താഴോട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് അതിന്റെ 17-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ പറയുന്നത്, അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെയായി. ഇതെല്ലാം യേശുക്രിസ്തുവിനെ കണ്ടെന്നാണ് ഉപദേശിമാര് സകലരും പഠിപ്പിക്കുന്നത്. എന്നാൽ ഇത് കണ്ട യോഹന്നാൻ എപ്പോഴെങ്കിലും പറഞ്ഞോ താൻ കണ്ടത് യേശുക്രിസ്തുവിനെയാണെന്ന്? പറഞ്ഞിട്ടില്ല. ഇവൻ മനുഷ്യപുത്രനെ കണ്ടെന്ന് പോലും പറഞ്ഞിട്ടില്ല. യേശുക്രിസ്തുവിനുള്ള ഒരു വിശേഷണം മനുഷ്യപുത്രൻ എന്ന് നമുക്ക് ബൈബിളിൽ നിന്ന് കാണാൻ കഴിയും. എന്നാൽ മനുഷ്യപുത്രനെ കണ്ടെന്ന് പറഞ്ഞു, അതും പറഞ്ഞില്ല. പിന്നെന്താ പറഞ്ഞത്? മനുഷ്യപുത്രനോട് സദൃശ്യനായവനെ കണ്ടു എന്നാണ് പറഞ്ഞത്. ഇതാരാണ്? ഞാൻ മനസ്സിലാക്കുന്നത് യോഹന്നാന്റെ അടുക്കൽ വെളിപ്പാടുമായി വന്നത് ദൂതനാണെന്ന് 1-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു. അപ്പൊ യോഹന്നാൻ കണ്ടത് ആരെയാണ് കണ്ടത്? വെളിപ്പാടുമായി യേശുക്രിസ്തു യോഹന്നാന്റെ അടുക്കലേക്ക് അയച്ച ദൂതനെയാണ് യോഹന്നാൻ കണ്ടതെന്നുള്ളത് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ചേർത്ത് പഠിക്കുന്നവർക്ക് വളരെ വ്യക്തമാണ്. അപ്പോൾ സ്വർഗത്തിൽ ദൈവം യേശുക്രിസ്തുവാണോ എന്നുള്ള വിഷയമാണ് ഇന്ന് നമ്മൾ പഠനത്തിനെടുത്തിരിക്കുന്നത്. വെളിപ്പാട് 1-ന്റെ 1 തന്നെ സ്വർഗത്തിലെ ദൈവം വെളിപ്പാട് യേശുക്രിസ്തുവിന് കൊടുത്തു. യേശുക്രിസ്തു ആ വെളിപ്പാടുമായി തന്റെ ദൂതനെ അയച്ച് യോഹന്നാന് പ്രദർശിപ്പിച്ചു. യോഹന്നാന്റെ അടുക്കൽ വെളിപ്പാടുമായി വന്നത് ദൂതനാണ്. ഈ ദൂതന്റെ കാൽക്കൽ വീണ് നമസ്കരിക്കാനാണ് 2 പ്രാവശ്യം ഈ യോഹന്നാൻ ശ്രമിച്ചത്. ഈ ദൂതന്റെ കാൽക്കൽ വീണ് നമസ്കരിക്കാൻ ശ്രമിക്കുന്ന യോഹന്നാനെ വെളിപ്പാട് പുസ്തകത്തിൽ 2 ഇടത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ വെളിപ്പാടുമായി യോഹന്നാന്റെ അടുക്കൽ വന്ന ദൂതനെയാണ് യോഹന്നാൻ കണ്ടത്. ആ ദൂതനുള്ള വിശേഷണങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞ വെളിപ്പാട് പുസ്തകത്തിന്റെ 13-ാം വാക്യം മുതൽ ഇങ്ങോട്ട് കാണുന്നത്. അതല്ലാതെ അവൻ യേശുക്രിസ്തുവിനെ കണ്ടെന്ന് യോഹന്നാൻ എവിടെയും പറഞ്ഞിട്ടില്ല. വളരെ ശ്രദ്ധിക്കണം. ഇനി വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ. യോഹന്നാൻ ആസിയയിലെ 7 സഭകൾക്കും എഴുതുന്നത്, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവങ്കിൽ നിന്നും. അപ്പൊ ആദ്യം ഇവിടെ ഒരാളെ കുറിച്ച് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവങ്കിൽ നിന്നും അവന്റെ സിംഹാസനത്തിന്റെ മുൻപിലുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും. അപ്പൊ ഇവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പ്രയോഗം നമ്മൾ വീണ്ടും കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ അത് 8-ാം വാക്യത്തിലാണ് ഇതേ പ്രയോഗം കാണുന്നത്. ഈ 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ കാണുന്ന ആ പ്രയോഗം തന്നെ നമുക്ക് 8-ാം വാക്യത്തിലും കാണാം. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും എന്നുള്ള പ്രയോഗം കാണാം. എല്ലാവരും ചാടിക്കയറി ഇത് യേശുക്രിസ്തുവാണെന്ന് അങ്ങ് പറയും. വരുന്നതാരാ എന്ന് ചോദ്യമാണ്. സുഹൃത്തെ, വരുന്നതാര് എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ വെറുതെ ഈ തന്ത്രം മെനയാൻ ശ്രമിക്കണ്ട. വെളിപ്പാട് 1-ന്റെ 4-ൽ സിംഹാസനസ്ഥന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അവന്റെ സിംഹാസനത്തിന് മുമ്പിലാണ് 7 ആത്മാക്കളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇതിനു ശേഷമാണ് 5-ാം വാക്യത്തിലാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് പരാമർശം നടത്തിയിരിക്കുന്നത്. ശ്രദ്ധിക്കണം. 4-ാം വാക്യത്തിൽ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവനെ കുറിച്ച് പറഞ്ഞു. അവന്റെ സിംഹാസനത്തിന് മുമ്പിലുള്ള 7 ആത്മാക്കളെ കുറിച്ച് പറഞ്ഞു. 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട്. വായിച്ചോ 5-ാം വാക്യം. വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയും ആയ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. അപ്പോൾ ഇവിടെ
ശ്രദ്ധിക്കേണ്ട കാര്യം, ആരുടെയൊക്കെ പക്കൽ നിന്നുള്ള കൃപയും സമാധാനവുമാണ് ആശംസിക്കുന്നത്? ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവങ്കിൽ നിന്നും, അവന്റെ സിംഹാസനത്തിന് മുൻപിലുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും, പിന്നെയാണ് യേശുക്രിസ്തുവിന്റെ പക്കൽ നിന്നും. അങ്ങനെ മൊത്തം എത്ര പേരുടെ കാര്യം പറഞ്ഞു? 7 2 9 പേരുടെ കാര്യം അവിടെ പറഞ്ഞു. 7 ആത്മാക്കൾ, പിന്നെ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവൻ, പിന്നെ യേശുക്രിസ്തു. അങ്ങനെ മൊത്തം 9 പേരുടെ പക്കൽ നിന്നുള്ള കൃപയും സമാധാനവുമാണ് അവിടെ യോഹന്നാൻ ആശംസിക്കുന്നത്. വളരെ ശ്രദ്ധിക്കണം. ഇതിനു ശേഷം വീണ്ടും താഴോട്ട് വരുമ്പോൾ പറയുന്നത്, അപ്പൊ യേശുക്രിസ്തു എന്ത് ചെയ്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്? നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച്, നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് രാജ്യവും പുരോഹിതന്മാരും ആക്കി. ആർക്ക്? തന്റെ പിതാവായ ദൈവത്തിന്. ശ്രദ്ധിക്കണം. അപ്പോൾ ഈ യേശുക്രിസ്തുവിന്റെ പക്കൽ നിന്നുള്ള കൃപയും സമാധാനവും കൂടി ആശംസിച്ച ശേഷം അതിന്റെ 7-ാം വാക്യത്തിൽ, പിതാവൻ മേഘാരൂഢനായി വരുന്നു, ഏതു കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഊവ് ആമേൻ ആമേൻ പറഞ്ഞ് അവിടെ നിർത്തി. എന്നിട്ട് 8-ാം വാക്യത്തിൽ മറ്റൊരാളുടെ അരുളപ്പാടിനെയാണ് അവിടെ യോഹന്നാൻ അറിയിക്കുന്നത്. ശ്രദ്ധിക്കണം. എന്താണ്? ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ഈ സർവശക്തിയുള്ള ദൈവമായ കർത്താവ് യേശുക്രിസ്തു ആണെന്ന് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പഠിപ്പിക്കുന്ന ബഹുഭൂരിപക്ഷം ആൾക്കാരെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. സുഹൃത്തെ, അവിടെ 4-ാം വാക്യത്തിൽ ആ സിംഹാസനത്തിന്റെ വിശേഷണമാണ് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ പറഞ്ഞിരിക്കുന്ന അതേ ആളിന്റെ കാര്യമാണ് ഇവിടെ 8-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ യേശുക്രിസ്തുവിന്റെ കാര്യമല്ല. 8-ാം വാക്യത്തിൽ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യുന്നത് എന്താണെന്നറിയാമോ? അവിടെ വരുന്നവനെന്നൊരു പ്രയോഗം മാത്രം എടുത്തു പിടിച്ചുകൊണ്ട് ഇവര് വരുന്നവനാരാ എന്ന് ചോദിച്ചുകൊണ്ട് നടക്കും. സുഹൃത്തെ, വരുന്നവനാണെന്നോ ചോദിച്ചിട്ട് കാര്യമില്ല. 4-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവൻ തന്നെയാണ് ഈ 8-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും. അത് യേശുക്രിസ്തു അല്ല. യേശുക്രിസ്തുവിനെ കുറിച്ച് 5-ാം വാക്യത്തിൽ വിശേഷണം എടുത്തു പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന, നിങ്ങളെ കൺഫ്യൂസ് ചെയ്യുന്ന, നിങ്ങളുടെ അടുക്കൽ തന്ത്രമിറക്കുന്ന, മുറിക്കഷണം എടുത്തു വെച്ച് വരുന്നവനാരാ എന്ന് ചോദിച്ചുകൊണ്ട് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ വരുന്നവനാരാണ് എന്ന് ചോദിച്ചാൽ അവിടെ പിതാവും വരും. സുഹൃത്തെ, അതൊക്കെ ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെ ക്ലാസ്സിൽ ഇവിടെ പറഞ്ഞതാണ്. ഞങ്ങൾ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. യോഹന്നാൻ 14:23 എന്റെ ഓർമ്മ. അവിടെ യേശുക്രിസ്തു പറയുന്നുണ്ട്, ഞങ്ങൾ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. 14:23 യോഹന്നാൻ 14:23 എന്നെ സ്നേഹിക്കുന്നവന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. ഞങ്ങൾ ആരെല്ലാമാണ്? യേശുക്രിസ്തുവും യേശുക്രിസ്തുവിന്റെ പിതാവും. ഇവർ 2 പേരും വരും. സുഹൃത്തെ,
ഇവർ രണ്ടുപേരും വരും. അതുകൊണ്ട് ഇനി മേലാൽ ഞങ്ങളെ പോലെയുള്ളവരുടെ അടുക്കൽ വന്ന് വരുന്നവനാരാ എന്ന് ചോദിച്ച് സർക്കസ് കളിക്കാൻ വരല്ലേ, അഭ്യാസം ഇറക്കാൻ വരല്ലേ. നിങ്ങളുടെ പരിപാടി ഞങ്ങളുടെ അടുക്കൽ നടക്കത്തില്ല. തിരുവെഴുത്ത് പറയുന്നു, യേശുക്രിസ്തു വരും, പിതാവും വരും, പിതാവും വരും. യോഹന്നാൻ 14:23 എടുത്തു വായിച്ചോ. അതുകൊണ്ട് വരുന്നവനാരാ എന്ന് ചോദിക്കുന്ന നിങ്ങളുടെ കലാപരിപാടി നിങ്ങളെ പോലെയുള്ള നിങ്ങളുടെ വിശ്വാസികളുടെ അടുത്തേ ചിലവാകൂ. വിശുദ്ധ വേദ പുസ്തകം സൂക്ഷ്മതയോടെ പഠിക്കുന്ന, പരിശോധിക്കുന്ന, ഒരു സത്യസന്ധമായ സത്യാന്വേഷിയായിരിക്കുന്ന ഒരുത്തന്റെയും അടുത്ത് ചിലവാകില്ല. അപ്പോൾ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവൻ, അത് ഞാൻ ആൽഫയും ഒമേഗയുമാകുന്നുവെന്ന് അരുളി ചെയ്തിരിക്കുന്ന ആ ദൈവത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അത് സർവശക്തിയുള്ള ദൈവമായ കർത്താവ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നിങ്ങള് ഈ സത്യവേദ പുസ്തകം പരിഭാഷ മാത്രം എടുത്തു വെച്ച് പരിശോധിക്കാതെ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മലയാളം പരിഭാഷ എന്തായാലും മൂലഭാഷയല്ലല്ലോ, അത് പോകട്ടെ. അതുകൊണ്ട് ഇതും പരിഭാഷയാണല്ലോ. അതുകൊണ്ട് ഇതിന്റെ ഗ്രീക്ക് പരിഭാഷ മാത്രമല്ല, ഗ്രീക്ക് പരിഭാഷയിൽ നിങ്ങൾ നോക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് അവിടെയും പിന്നെ കൂരിയോസ് എന്നുള്ള പദമാണ് കിട്ടുന്നത്. അതുകൊണ്ട് എബ്രായ പരിഭാഷയിലുള്ള ബൈബിൾ എടുത്തൊന്ന് പരിശോധിച്ച് നോക്കണം. അവിടെ യാഹ്വ എലോഹീം എന്ന് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. മനസ്സിലായോ? അവിടെ യാഹ്വ എലോഹീം എന്ന് തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. എബ്രായ പരിഭാഷയിലുള്ള ബൈബിൾ എടുത്ത് പരിശോധിക്കണം. മനസ്സിലായോ? സർവശക്തിയുള്ള ദൈവമായ കർത്താവ് എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് അവിടെ യാഹ്വ എലോഹീം, മനസ്സിലായോ? യാഹ്വ എലോഹീം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന സർവശക്തിയുള്ള ദൈവമായ കർത്താവ് യേശുക്രിസ്തുവല്ല, മറിച്ച് യേശുക്രിസ്തുവിന്റെയും ദൈവമായവൻ, യേശുക്രിസ്തുവിനെ അഭിഷേകം ചെയ്തയച്ചവൻ, യേശുക്രിസ്തുവിന്റെ പിതാവ്, സർവശക്തിയുള്ള ദൈവമായ കർത്താവ്. യേശുക്രിസ്തുവിനെ കുറിച്ച് ബൈബിളിൽ ഒരിടത്തും സർവശക്തിയുള്ള ദൈവമായ കർത്താവെന്ന് അല്ലെങ്കിൽ ദൈവമായ കർത്താവെന്ന് എഴുതി വച്ചിട്ടില്ല. ബൈബിളിൽ ഒരു വാക്യത്തിലും യേശുക്രിസ്തുവിനെ കുറിച്ച് ദൈവമായ കർത്താവെന്ന് പറഞ്ഞിട്ടില്ല. കർത്താവെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ വായിച്ചാൽ ദൂതനെ വരെ വിളിച്ചിരിക്കുന്ന പദമാണ് കർത്താവ്. യേശുക്രിസ്തുവിനെയും കർത്താവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവമായ കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് ബൈബിളിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. വളരെ ശ്രദ്ധിച്ചോണം. അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇതെല്ലാം പറഞ്ഞു നിർത്തിയത് സ്വർഗത്തിലെ ദൈവം യേശുക്രിസ്തുവാണോ എന്നുള്ള ചോദ്യത്തിന്റെ മുൻപിലാണ്. അവിടെ ദൈവമോ ഒരുത്തൻ മാത്രമെന്നും ദൈവം ഒരുവനെന്നും ദൈവം ഏകനല്ലോ എന്നും പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്ന 3 റെഫറൻസ് വളരെ സൂക്ഷ്മതയോടെ എടുത്ത് പരിശോധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. റോമാലേഖനം 3-ാം അധ്യായം 30-ാം വാക്യം, ദൈവം ഏകനല്ലോ. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യം, ദൈവമോ ഒരുത്തൻ മാത്രം. 1 തിമോത്തിയോസ് 2:5, ദൈവം ഒരുവൻ. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത മനുഷ്യനായ ക്രിസ്തുവേശു തന്നെ. വളരെ സ്ഫുടതയോടുകൂടി പൗലോസ്ലീഹയും പറയുകയാണ്, ദൈവമോ ഒരുത്തൻ മാത്രം, ദൈവം ഏകനല്ലോ, ദൈവം ഒരുവൻ. അതുകൊണ്ട് ബൈബിൾ പ്രതിനിധാനം ചെയ്യുന്ന ദൈവം
ഒരേയൊരുവൻ മാത്രമാണ്. അത് യേശുക്രിസ്തുവോ മറ്റൊരാളോ അല്ല, മറിച്ച് യേശുക്രിസ്തുവിന്റെയും ദൈവമായ പിതാവാണ്. ആ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനാണ് കർത്താവായ യേശുക്രിസ്തു. വളരെ കൃത്യതയോടുകൂടിയാണ് വിശുദ്ധ തിരുവെഴുത്തെടുത്ത് വെക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് സ്വർഗത്തിലെ ഒരു കാഴ്ചയാണ് പരിശോധിക്കാൻ പോകുന്നത്. അതുകൊണ്ട് യേശുക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണവും ചെയ്ത ശേഷം, കാലങ്ങൾക്കു ശേഷം യോഹന്നാന് വെളിപ്പാട് കിട്ടിയ ആ വെളിപ്പാടിനകത്ത് 5-ാം അധ്യായത്തിലേക്ക് വരികയാണ് നമ്മൾ. 5-ാം അധ്യായത്തിൽ അവിടെ യോഹന്നാൻ കണ്ട കാഴ്ച വായിക്കാം. സിംഹാസനത്തിലിരിക്കുന്നവന്റെ വലങ്കൈയിൽ അകത്തും പുറത്തും എടുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ട ഒരു പുസ്തകം കണ്ടു. ഞാൻ സിംഹാസനത്തിലിരിക്കുന്നവന്റെ വലം കൈയിൽ അകത്തും പുറത്തും 7 മുദ്രയിട്ട ഒരു പുസ്തകം കണ്ടു. ആ പുസ്തകം തുറപ്പാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായ ഒരു ദൂതനെയും യോഹന്നാൻ കാണുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പുസ്തകം തുറപ്പാനോ അത് നോക്കുവാനോ അതിന്റെ മുദ്ര സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല. സ്വർഗത്തിലോ ഭൂമിയിലോ ഭൂമിക്ക് കീഴോ ആർക്കും കഴിഞ്ഞില്ല. പുസ്തകം തുറന്ന് വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി. ആരെയും കാണാഞ്ഞത് കൊണ്ട് യോഹന്നാൻ കരഞ്ഞു, അതിയായി നിലവിളിച്ച് കരഞ്ഞു. എന്നിട്ട് അപ്പോൾ മൂപ്പന്മാരിലൊരുത്തൻ, ഈ മൂപ്പന്മാരെ കുറിച്ച് 4-ാം അധ്യായത്തിൽ പരാമർശമുണ്ട് കേട്ടോ. സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും അതിലൊരുത്തൻ ഇരിക്കുന്നതും. എത്ര പേരാണ്? ഒരുത്തൻ ഇരിക്കുന്നതും. ആ സിംഹാസനത്തിന്റെ ചുറ്റിനും 24 സിംഹാസനം. ഈ 24 സിംഹാസനത്തിൽ 24 മൂപ്പന്മാരിരിക്കുന്നത്. ഇതൊക്കെ അവിടെ 4-ാം അധ്യായത്തിൽ പരാമർശമുണ്ട്. ആ മൂപ്പന്മാരിൽ ഒരുത്തനാണ് ഇവിടെ യോഹന്നാനോട് പറയുന്നത്. എന്താണ് പറയുന്നത്? നീ കരയേണ്ട യോഹന്നാനെ, യഹൂദാ ഗോത്രത്തിന്റെ സിംഹവും ദാവീദിന്റെ വേരുമായ അവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാനും തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു. നീ കരയേണ്ട യോഹന്നാനെ, ഈ പുസ്തകം തുറക്കുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും അത് നോക്കുവാനും അത് കൈകാര്യം ചെയ്യുവാനും ഒക്കെ യോഗ്യനായി ഒരുത്തനുണ്ട്. അവൻ ആരാണ്? യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ. ഇത് പറഞ്ഞപ്പോൾ യോഹന്നാൻ എന്ത് ചെയ്തു? സിംഹാസനത്തിന്റെയും 4 ജീവികളുടെ, ശ്രദ്ധിക്കണം, സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും. ഇവിടെ ഒന്ന് നിന്ന് ചിന്തിക്കണം കേട്ടോ. പലരും ഇവിടെ മൊത്തത്തിൽ കൺഫ്യൂസ് ചെയ്യുന്നതാണ്. ഇവിടെ ആ സീനൊന്ന് നോക്കിക്കേ. സിംഹാസനത്തിന്റെ 4 ജീവികളുടെയും നടുവിൽ, അപ്പം സിംഹാസനമുണ്ട്, സിംഹാസനസ്ഥനായ ഒരുവനുണ്ട്, അവിടെ 4 ജീവികളുണ്ട്. ഇവരെവിടാ? ഈ 4 ജീവികൾ എവിടെയാണ്? ഈ സിംഹാസനത്തിന്റെ മുൻപിലാണ്. സിംഹാസനത്തിന്റെ മുമ്പിലാണ് അവർ നിൽക്കുന്നത്. അവരാണ് ഈ സിംഹാസനത്തിന്റെ മുമ്പിൽ വീഴുകയും നമസ്കരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 4-ാം അധ്യായത്തിൽ നമുക്ക് കാണുന്നുണ്ട്. ഈ സിംഹാസനസ്ഥൻ, പിന്നെ 4 ജീവികൾ, പിന്നെ 24 മൂപ്പന്മാര്. 24 മൂപ്പന്മാർ എവിടെയാണ്? 24 സിംഹാസനത്തിൽ. അപ്പം മൊത്തത്തിൽ എന്തായി? സിംഹാസനത്തിൽ ഒരുത്തൻ ഇരിക്കുന്നു, അവന്റെ മുൻപിൽ 4 ജീവികളുണ്ട്, 24 സിംഹാസനം അതിനെ ചുറ്റി നിൽക്കുകയാണ്. അതിൽ 24 മൂപ്പന്മാരുണ്ട്. ഇതിന്റെ നടുവിലാണ് ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കാണുന്നത്. അല്ലാതെ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ സിംഹാസനത്തിന്റെ നടുവിലല്ല, മറിച്ച് സ്വർഗത്തിൽ 4-ാം അധ്യായത്തിൽ കൊടുത്തിരിക്കുന്ന കാഴ്ച വളരെ സൂക്ഷ്മതയോടെ പരിശോധിച്ച ശേഷം വേണം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കുഞ്ഞാടിന്റെ സ്ഥലം എവിടെയാണെന്ന് തിരിച്ചറിയാൻ കഴിയേണ്ടത്. അല്ലാതെ സിംഹാസനസ്ഥനായിരിക്കുന്ന അവന്റെ നടുവില് കയറി കുഞ്ഞാട് നിൽക്കുന്നതല്ല കണ്ടത്,
മറിച്ച് 24 മൂപ്പന്മാരും അവരുടെ സിംഹാസനവും 4 ജീവികളും പിന്നെ സിംഹാസനസ്ഥനായിരിക്കുന്ന ആ ഒരുവൻ 4-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന സർവശക്തിയുള്ള ദൈവമായ കർത്താവ്, സകലത്തിനെ സൃഷ്ടാവായവൻ, അവനാണ് അവിടെ സിംഹാസനത്തിലിരിക്കുന്നത്. അപ്പൊ അവിടെ ഒരു കുഞ്ഞാട് നിൽക്കുന്നത് കണ്ടു. എന്നിട്ട് എന്ത് ചെയ്തു? അതിന്റെ വിശേഷണം വിട്ടേര്. ആ കുഞ്ഞാട് എന്ത് ചെയ്തു? അവൻ വന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കൈയിൽ നിന്ന് പുസ്തകം വാങ്ങി. മനസ്സിലായോ? സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ അടുത്തേക്ക് കുഞ്ഞാട് വരികയും അവന്റെ വലം കൈയിൽ ഇരിക്കുന്ന ആ പുസ്തകം വാങ്ങുകയും ചെയ്തു. ഇവിടെ ഒന്ന് നിന്ന് ശ്രദ്ധിച്ചോണം. ഈ പുസ്തകം വാങ്ങിക്കഴിഞ്ഞപ്പോ എന്ത് ചെയ്യുന്നതാണ്? 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തരും വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു. എന്നിട്ട് ഇവരെന്ത് ചെയ്തു? നോക്കണം. പുസ്തകം വാങ്ങുവാനും കുഞ്ഞാടിനോട് പറയുകയാണ്, പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും നിന്നുള്ളവരെ, ജാതിയിൽ നിന്നുള്ളവരെ ആർക്ക് വേണ്ടി വിലയ്ക്ക് വാങ്ങി? ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഇത് കേൾക്കണം, ഇത് സ്വർഗത്തിലെ സീനാണ് കേട്ടോ. സ്വർഗത്തിലെ സീനാണ് നമ്മളിവിടെ കാണുന്നത്. ഈ 4 ജീവികളും 24 മൂപ്പന്മാരും കുഞ്ഞാടിന്റെ മുമ്പാകെ വീണിട്ട് കുഞ്ഞാടിനോട് പറയുന്നത്, നീ യോഗ്യൻ, പുസ്തകം വാങ്ങുവാനും അതിനെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും വംശത്തിലും ഭാഷയിലും ജാതിയിൽ നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. തീർന്നില്ല, ഞങ്ങളുടെ ദൈവത്തിന്. കേക്കണേ, ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചോണം, വെറുതെ വായിച്ചു പോയിട്ട് കാര്യമില്ല. സ്വർഗവാസികളായ ഈ 4 ജീവികളും 24 മൂപ്പന്മാരും കുഞ്ഞാടിനോട് പറയുകയാണ്, നിന്റെ രക്തം കൊണ്ട് നീ സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിൽ നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. എന്നിട്ട് കൺഫ്യൂഷൻ മാറ്റിക്കൊണ്ട് എടുത്തു പറയുകയാണ്, ഞങ്ങളുടെ ദൈവത്തിന്. അപ്പൊ സ്വർഗവാസികളുടെ ദൈവം ആരാണ്? സ്വർഗത്തിലെ ദൈവം ആരാണ്? സ്വർഗത്തിലെ ദൈവം? ഈ കുഞ്ഞാടായ യേശുക്രിസ്തുവാണോ അതോ മറ്റൊരുവനാണോ? സ്വർഗത്തിലും സ്വർഗവാസികൾക്കും യേശുക്രിസ്തു അല്ല അവരുടെ ദൈവം. അവരുടെ ദൈവം മറ്റൊരുവനാണ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിലല്ലേ നമ്മൾ വായിച്ചത്? എന്താണ് വായിച്ചത്? വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദിജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. അവൻ എന്ത് ചെയ്തെന്നാണ് വായിച്ചത് അവിടെ? തന്റെ രക്തം കൊണ്ട് 6-ാം വാക്യം വെളിപ്പാട് 1:6 നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനാണ് ഈ യേശുക്രിസ്തു. ആർക്ക് വേണ്ടി? തന്റെ പിതാവായ ദൈവത്തിന്, യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കി തീർത്തവനാണ് യേശുക്രിസ്തു. തന്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങി. ഇവിടെ 5-ാം അധ്യായത്തിലും നമ്മൾ ഇതേ കാര്യം തന്നെയാണ് കാണുന്നത്. നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിൽ നിന്നും വംശത്തിലും ജാതിയിൽ നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഇത് തന്നെയാണ് അവിടെയും പറഞ്ഞിരിക്കുന്നത്. ദൈവം, ഇവിടെ ഇവര് പറയുന്ന ദൈവം ആരാണ്? യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം. ഇത് ചൂണ്ടിക്കാണിക്കാനാണ് വീണ്ടും ഞാൻ 1-ാം അധ്യായത്തിലേക്ക് പോയത്. മനസ്സിലായോ?
വെളിപ്പാട് 5:9 പറഞ്ഞിരിക്കുന്ന ദൈവം യേശുക്രിസ്തുവിന്റെയും ദൈവമായ പിതാവാണ്. വെളിപ്പാട് 1:6 നമുക്കത് കാണുവാൻ കഴിയുന്നു. അപ്പോൾ സ്വർഗത്തിലുള്ളവർ പറയുകയാണ് ഞങ്ങളുടെ ദൈവത്തിന് വേണ്ടി. അപ്പോൾ സ്വർഗവാസികളുടെ ദൈവം ആരാണ്? സ്വർഗത്തിലെ ദൈവം ആരാണ്? അത് യേശുക്രിസ്തുവാണോ അതോ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവമാണോ? സ്വർഗത്തിലും യേശുക്രിസ്തു അല്ല ദൈവം, സ്വർഗത്തിലും യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവമാണ് ദൈവം. മനസ്സിലായോ? വളരെ സൂക്ഷ്മതയോടെ വേണം നമ്മൾ തിരുവെഴുത്തുകളെ പഠിക്കേണ്ടത്. അപ്പോൾ ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു. 1:6 കിടപ്പുണ്ട്. ഇത് തന്നെ വെളിപ്പാട് 1:6. മനസ്സിലായോ? അപ്പോൾ സ്വർഗവാസികളുടെ ദൈവമാരാണ്? അത് യേശുക്രിസ്തുവല്ല, മറിച്ച് യേശുക്രിസ്തുവിന്റെയും ദൈവമായ പിതാവാണെന്ന് വളരെ കൃത്യമായി വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. സമയം മുന്നോട്ട് പോകുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്യട്ടെ. എന്നിട്ട് അവര് അവിടെ വളരെ കൃത്യതയോടുകൂടി സ്വർഗവാസികളും പറയുന്നത് ഞങ്ങളുടെ ദൈവത്തിന് നീ നിന്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങി. അത് വെളിപ്പാട് 1:6 ചേർത്ത് പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം, യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം ആരാണ്? യോഹന്നാന്റെ സുവിശേഷം 20:17 നമ്മുടെ ദൈവവും പിതാവുമായവൻ, അവൻ യേശുക്രിസ്തുവിന്റെയും ദൈവവും പിതാവുമായവനാണ്. മനസ്സിലായോ? യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവനാണ് നമ്മുടെയും ദൈവവും പിതാവുമായവൻ. സ്വർഗവാസികൾക്കും ദൈവവും പിതാവുമായവൻ യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവനാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ആദിയോടന്തം പരിശോധിക്കുമ്പോൾ ദൈവം എന്ന് ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരേ ഒരുവൻ മാത്രമായ സത്യദൈവമെന്ന് ദൈവത്തിന്റെ പുത്രനെന്നറിയിച്ചു തന്ന യേശുക്രിസ്തുവിനെ അയച്ച പിതാവാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരേ ഒരു സത്യദൈവം, ആ ഒരേ ഒരു സത്യദൈവമായ പിതാവ് തന്നെയാണ് സ്വർഗത്തിലും ഭൂമിയിലും സകലത്തിനും മീതെ സർവശക്തിയുള്ള ദൈവമായ കർത്താവ്. അവനല്ലാതെ മറ്റൊരു ദൈവവും ക്രിസ്തുവേശുവിലുള്ള വിശ്വാസികൾക്കില്ല. ഒരേ ഒരുവൻ മാത്രമേ ഉള്ളൂ ദൈവം, അത് യേശുക്രിസ്തുവിന്റെയും ദൈവമായ പിതാവാണ്. അതുകൊണ്ട് ഈ ഭൂമിയിൽ നിൽക്കുമ്പോൾ യേശുക്രിസ്തു അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, മനുഷ്യത്വത്തിൽ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നമ്പർ ഇറക്കാൻ വരുന്നവരെ, ഞങ്ങളുടെ അടുത്ത് വിശുദ്ധ തിരുവെഴുത്തിലെ സുവ്യക്തമായ തെളിവുള്ള വചനങ്ങൾ വളരെ ശക്തമായ ആയുധങ്ങളായി ഞങ്ങളുടെ കൈകളിലുണ്ട്. ഞങ്ങളുടെ ഉള്ളത്തിൽ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അത് ആഴത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നതാണ്. ഇതിന്റെ മുൻപിൽ നിങ്ങളുടെ അഭ്യാസം ചിലവാകില്ല. ആകയാൽ എന്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയങ്ങളെ തിരുവെഴുത്തുകളിലേക്ക് ഏകാഗ്രമാക്കാം. സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ, വിശുദ്ധ തിരുവെഴുത്തുകളുടെ ആധാരത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കിക്കൊണ്ട് നമ്മുടെ ചുവടുകളെ നിത്യജീവന്റെ പ്രത്യാശയ്ക്കായി ഉറപ്പോടെ മുന്നോട്ട് വയ്ക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വാഗ്ദത്തം ചെയ്ത നിത്യജീവനായി, നിത്യവാസം അവനോടുകൂടെ ആയിരിക്കേണ്ടതിനായി നമുക്കൊരുങ്ങാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവ് ആസന്നമായിരിക്കുകയാണ്. ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. സ്വർഗത്തിലും ദൈവം, ഭൂമിയിലും ദൈവം, സകലത്തിന്റെയും മീതെ ദൈവം, അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെയും ദൈവമായ പിതാവാണ്. നമുക്ക് ആ ദൈവത്തിന്റെ അടുത്തേക്ക് എത്തുവാനായി, ആ ദൈവവുമായി നമ്മെ ഒന്നിപ്പിക്കുവാനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വന്ന് സത്യത്തിന്റെ പരിജ്ഞാനം നമുക്ക് പകർന്നതെങ്കിൽ ആ പരിജ്ഞാനത്തിൽ നിന്ന് നിൽക്കാം, ചുവടുകളെ ഉറപ്പിക്കാം, നമ്മുടെ പ്രത്യാശ വർദ്ധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. കേൾക്കപ്പെട്ട വചനങ്ങളുടെ മുമ്പിൽ നമ്മെല്ലാവരും സമർപ്പണത്തോടുകൂടി പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ നമ്മൾ സൂട്ടിച്ചായൻ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കും. പ്രൈസ് ഗോഡ്. ഞങ്ങളെ കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, നല്ല സന്ധ്യാസമയത്തിനായി ഞങ്ങളെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം ഞങ്ങളുടെ പാതപീഠത്തിലായി സ്വർഗത്തിന്റെ ഭാഗ്യത്തിനായി സ്തോത്രം.